പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3:45 നമ്മുടെ അത്താഴത്തിന് വേണ്ടിയിട്ട് എണീറ്റിട്ടുണ്ട്. രാവിലെ തന്നെ തലേദിവസം ഉണ്ടാക്കി വെച്ച ജീരകവെള്ളം ഞാൻ കുടിക്കുകയാണ് കേട്ടോ. ഇതുപോലെ രാത്രി കുറച്ചധികം നല്ല ജീരകവും കരിഞ്ജീരകവും കൂടി തിളപ്പിച്ച് വെള്ളം ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അതിൻ്റെ ബാക്കി ഞാൻ കുറച്ച് എടുത്ത് വയ്ക്കും. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം കൂടി കഴിയുമ്പോഴത്തേനും ഫുഡ് കഴിക്കാൻ കുറച്ച് സ്പേസ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല പോലെ വെള്ളം കുടിച്ചാൽ ആവശ്യത്തിന് വെള്ളം ചെല്ലുകയും ചെയ്യും. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനും പറ്റും. ഇപ്പോൾ കുറച്ചായിട്ട് സ്ഥിരമായിട്ട് ഇഡ്ഡലിയാണ് രാവിലെ കഴിക്കാറ്. പിന്നെ കുറച്ച് നാൾ ആദ്യം പുട്ട് തന്നെയായിരുന്നു. പിന്നെ പുട്ടും എടുത്തപ്പോൾ ഇപ്പോൾ ഇഡ്ഡലി നല്ല ഇഷ്ടമാണ്. ഒന്നാമത് ഇഡ്ഡലി നല്ലപോലെ ദഹിക്കാനും ഒക്കെ എളുപ്പമാണല്ലോ. അങ്ങനെ പക്ഷേ ദോശമാവ് ഞാൻ വാങ്ങിക്കുമായിരുന്നു. അതുപോലെ പാലും ഞാൻ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി ചെമ്പ് റെഡിയാക്കി വെക്കുകയാണ്. താഴെ വെള്ളമൊക്കെ വെച്ച് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാ ദിവസവും കുറേ ദിവസം അടുപ്പിച്ച് ഇഡ്ഡലി ആയപ്പോഴത്തേനും എനിക്ക് ശരിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഒരു റുട്ടീൻ പോലെയല്ലേ രാവിലെ 3:45 എണീറ്റ് 4:45 ആകുമ്പോഴത്തേനും കംപ്ലീറ്റ് കാര്യങ്ങൾ തീർക്കണം എന്നുള്ളതിൽ കറക്റ്റ് ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളാണ് ചെയ്തു പോകുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കതൊരു വലിയ പണിയായിട്ട് തോന്നാറില്ല കേട്ടോ. കാര്യം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ ഒരു 1 hour. പിന്നെ ആ തട്ടുകളിലൊക്കെ ഒന്ന് എണ്ണ പുരട്ടി വെക്കുകയാണ്. അപ്പം എന്തായാലും വേഗം കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് തീർക്കണമല്ലോ. ഞാനിപ്പോൾ ഇതൊന്ന് വോയിസ് കൊടുക്കുമ്പോൾ നോമ്പ് 21 ഇനി കഷ്ടി 9 നോമ്പുകളൊക്കെ കൂടിയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ നല്ലൊരു എളുപ്പം തോന്നിയിരുന്നു, രാത്രി മഴയൊക്കെ ആയിട്ട്. പിന്നെ വെയിൽ വന്നപ്പോഴത്തേനും കുറച്ചൊരു പാടുപോലെയായി. പിന്നെ വീണ്ടും ഇപ്പം മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആശ്വാസമാണ്. ചൂടും ശരിക്കും ദാഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുക. പിന്നെ എന്തായാലും അവസാനം ഒക്കെ ആകുമ്പോഴത്തേനും നല്ലൊരു ടയേർഡ്നെസ് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പഴം പുഴുങ്ങാൻ വെക്കണം. അതുപോലെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചായ എന്തായാലും കുടിക്കും കേട്ടോ. രാവിലെ പാൽ ചായ കുടിക്കുമ്പോൾ നല്ലൊരു എനർജിയാണ്. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 4:30 ആകുമ്പോഴത്തേനും എന്തായാലും ഫുഡ് റെഡിയാവും. അപ്പോഴത്തേനും എല്ലാവരെയൊക്കെ വിളിച്ച് പിന്നെ അവരും ആദ്യമേ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഒരു എനിക്ക് തോന്നുന്നു 4:35 ആകുമ്പോഴത്തേനും കഴിക്കാനിരിക്കും. അപ്പോഴാണ് ഒരു 4:45 4:50 ആകുമ്പോഴത്തേനും ഫിനിഷാവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. പിന്നെ നല്ലപോലെ മാക്സിമം വെള്ളം കുടിക്കാനാണ് ഞാൻ ശ്രദ്ധിക്കാറ്. കാരണം എനിക്ക് മിക്കവർക്കും ഈ ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങൾ വരുമല്ലോ നമ്മൾ അത്രയും നേരം വെള്ളം കുടിക്കാണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എന്തായാലും ബുദ്ധിമുട്ടും വരും. അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ അത്താഴത്തിൻ്റെ രാവിലത്തെ കാര്യങ്ങൾ. പതിവിലും കുറച്ച് നേരത്തെ എഴുന്നേൽക്കേണ്ട ഒരു ദിവസമായിരുന്നു. സാധാരണ ഞാനൊരു 8 മണി വരെയൊക്കെ എന്തായാലും ഒന്ന് കെടുക്കാൻ നോക്കലുണ്ട്. പക്ഷേ 2 ദിവസമായിട്ട് മോന് മദ്രസ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫൈനലായിട്ടുള്ള എക്സാം. അപ്പം അതിന് കുറച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരത്തെ എഴുന്നേറ്റ് അതിൻ്റെ പോർഷൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഈ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവധിയാണ്. അത് കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മദ്രസ തുറക്കുന്നത്. അങ്ങനെ പഠിക്കാനുള്ളതൊക്കെ കുറച്ച് നേരമൊക്കെ റിവിഷൻ കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ രാവിലെ കുറച്ച് ക്ലീനിങ് ജോലികളിലേക്കൊക്കെ കടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ സ്വിച്ച് ബോർഡിൻ്റെ ഒരു കോലം കണ്ടോ, വല്ലാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ എന്തായാലും അത് ക്ലീൻ ചെയ്യാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തുണിയിൽ കുറച്ച് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ, അത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ടോ? സാനിറ്റൈസർ വെച്ചിട്ട് ഇതുപോലെ സ്വിച്ച് ബോർഡ് അഴുക്കായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. കാരണം നല്ലൊരു മെത്തേഡാണ് കേട്ടോ. നല്ല പോലെ അഴുക്ക് ക്ലീൻ ആവും. അപ്പോൾ
അപ്പോൾ ഞാനിതുപോലെ ഏതോ ഒരു ചാനലിലാണ് ഇത് കണ്ടത്. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ഇഫക്റ്റീവായിട്ട് തോന്നി. ശരിക്കും ഇത് നമ്മൾ ക്ലീനിങ് ഒക്കെ ഒരു വീക്ക്ലി പ്ലാനൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ, ഈ സ്വിച്ച് ബോർഡ്സൊക്കെ അതിലൊരു ടാസ്ക്കായിട്ട് ഇടുവാണെങ്കിൽ നമ്മളത് റെഗുലർലി ചെയ്തു പോകും. അതല്ല, ഒരു പ്ലാൻ ഇല്ലാതെ ആണെങ്കിൽ നമ്മളിങ്ങനെ നല്ല പോലെ അഴുക്ക് പിടിക്കാൻ വേണ്ടി കാത്തിരിക്കും ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പരിധി കൂടുതൽ അഴുക്ക് പിടിച്ചാൽ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്താലും നല്ലൊരു പെർഫെക്റ്റായിട്ട് ക്ലീനാക്കി എടുക്കാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതാ ചെറിയ സ്പോട്ട്സിൽ, ചെറിയ നാരോ ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ബഡ്സ് യൂസ് ചെയ്തിട്ട് ബഡ്സിൽ ഇച്ചിരി സാനിറ്റൈസർ വെച്ചിട്ട് അവിടെയും ഇതുപോലെ ക്ലീനാക്കി എടുക്കുകയാണ്. പക്ഷേ ഫൈനൽ റിസൾട്ട് എനിക്ക് അത്ര ഭയങ്കര പെർഫെക്റ്റായിട്ട് വന്നില്ല. കാരണം നമ്മളത് ഇത്രയും അഴുക്ക് പിടിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. അപ്പം എന്തായാലും ഇനി ഒരു ക്ലീനിങ് റുട്ടീനും ക്ലീനിങ് പ്ലാനറുമൊക്കെ റെഡിയാക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ള ഏരിയാസൊക്കെ നമ്മുടെ റെഗുലറായിട്ട് നമ്മുടെ ആ ക്ലീനിങ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു റുട്ടീനായിട്ട് ചെയ്തു പോകുമല്ലോ. ഇത് വാഷിംഗ് മെഷീൻ്റെ അടുത്തുള്ളൊരു ഏരിയയാണ്. വാഷിംഗ് മെഷീൻ ടോപ്പ് ലോഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ്റെ ഉള്ളിലോട്ട് തള്ളി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമുക്ക് അങ്ങോട്ട് എത്താത്തതുകൊണ്ട് ക്ലീനിങ് പലപ്പോഴും പെൻഡിങ് ആവും. അത് വല്ലപ്പോഴേ ക്ലീൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഒരു യെല്ലോ കളർ ബാസ്ക്കറ്റ് കണ്ടോ, അതൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ ഉണങ്ങാൻ വെച്ചേക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഇത് പൊടി പിടിക്കും കേട്ടോ. എന്നും നമുക്ക് എത്താത്തൊരു സ്ഥലമായതുകൊണ്ടേ നമ്മൾ ക്ലീൻ ചെയ്യൂല. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇടയ്ക്ക് പാറ്റേനെ കണ്ടിരുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ എന്തായാലും എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് തുടച്ച് വൃത്തിയാക്കി എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ നടക്കില്ലല്ലോ. അപ്പം ആ ഒരു ഇതിൽ ഒരു സെക്ഷൻ കഴിഞ്ഞിരുന്നു. അപ്പം മറ്റേ സെക്ഷനും കൂടി സാധനങ്ങളെല്ലാം തന്നെ മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ റിപ്പലൻസൊക്കെ കൊടുത്ത് പിന്നെ തിരിച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മുന്നേ ഹിറ്റിൻ്റെ സ്പ്രേ ആയിരുന്നു. ഇപ്പം നമുക്കൊരു പേസ്റ്റ് പോലത്തെ സംഭവം കിട്ടും. അപ്പോൾ അത് കോർണേഴ്സിലൊക്കെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പാറ്റ വന്ന് കഴിച്ചിട്ട് പോകും. അപ്പോൾ സ്പ്രേ ആകുമ്പോഴത്തേനും നമ്മളും അത് ശ്വസിക്കുകയല്ലേ. അപ്പം കുറച്ച് നാളൊക്കെ യൂസ് ചെയ്തു. പക്ഷേ എനിക്കും അത് ഒരു ശരിയല്ലാന്ന് തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പം ഈ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അത് അതിൻ്റെ പിക്ചർ കാണിക്കാം കേട്ടോ. അപ്പം എനിക്കത് ലുലുന്നാണ് കിട്ടിയത്. ബാക്കി ഷോപ്സിലൊക്കെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അതേപോലെ വേറെ ഒരു കോക്രോച്ചിനെ ട്രാപ്പ് ചെയ്യുന്നൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഫുഡ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നതെല്ലാം. പക്ഷെ അതൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു പേസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി സേഫാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അത് നമ്മൾ സ്മെല്ല് ചെയ്യൊന്നുമില്ലല്ലോ. അതൊരു പേസ്റ്റായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് പാറ്റ വന്ന് തിന്ന് പോവുമല്ലേ. ഹിറ്റ് അടിക്കുമ്പോഴത്തേനും എന്തായാലും നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ സ്മെല്ല് ചെയ്യാണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ അതൊക്കെയായിരുന്നു രാവിലത്തെ കുറേ ജോലികൾ. അതിനുശേഷം പിന്നെ ഞാൻ ഫ്രിഡ്ജിനകത്ത് പഴം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പുഴുങ്ങിയതിന് ശേഷം ഉടച്ച് വെക്കില്ലേ, അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഉന്നക്ക ഉണ്ടാക്കാൻ പോയപ്പോഴാണ് പുറത്തുനിന്ന് സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ എനിക്ക് മടിയായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ വെന്ത് പോയതുകൊണ്ട് തന്നെ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള മിക്സാണ് കേട്ടോ. അപ്പം ഞാൻ തേങ്ങയും പഞ്ചസാരയൊക്കെ വിളയിച്ച് അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന മിക്സ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അത് ഉരുട്ടിയെടുക്കേണ്ട ജോലിയുള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഉന്നക്കയും അല്ലാതെയുള്ള ഉന്നക്കയും തമ്മിൽ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമാണ് കേട്ടോ. നമ്മൾ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഉന്നക്ക നല്ല ഹാർഡാവും. പിന്നെ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കട്ടിയാവും. പക്ഷേ നമ്മൾ അല്ലാതെ ഉണ്ടാക്കുന്ന ഉന്നക്കയാണെങ്കിൽ എത്ര നേരം ഇരുന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും പഴം നല്ല പാകത്തിന് പഴുപ്പാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഉന്നക്കയുടെ പണിയൊക്കെ തീർന്നു. കുറച്ച് ഫില്ലിങ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ബോക്സിനകത്ത് എല്ലാം എടുത്ത് ഇനിയിപ്പോൾ ആവശ്യമുള്ളത് എടുത്ത് ഫ്രൈ ആക്കിയാൽ മതി. ബാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ ഡ്രോയേഴ്സിനകത്തോട്ട് എല്ലാം തന്നെ എടുത്ത് വെച്ചു. കുറച്ച് നേരമൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എല്ലാം തന്നെ എടുത്ത് വെച്ചു. ഈ ഒരു സെക്ഷനിലൊന്നും നമ്മൾ റിപ്പലൻസ് ഇടില്ല കേട്ടോ. താഴെ ഉള്ള സെക്ഷനിൽ ആണ് ചെയ്തിരുന്നത്.
അപ്പോൾ അത് കോർണേഴ്സൊക്കെ ഇല്ലേ, നമ്മളൊന്നും അധികം തൊടാത്ത കോർണേഴ്സൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ വൈകുന്നേരം നോമ്പ് തുറയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിലൊക്കെ ഉള്ളതൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ എന്തെങ്കിലും തലേദിവസത്തെ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് തണുപ്പ് മാറിയിട്ട് നമ്മൾ ചൂടൊക്കെ ആക്കി എടുക്കുമ്പോൾ നല്ലതായിരിക്കുമല്ലോ. പിന്നെ കുറച്ച് ചോറ് അന്ന് എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇവിടെ ചോറ് ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഉന്നയ്ക്ക ഫ്രൈ ആക്കാൻ വെക്കുകയാണ്. 3-4 എടുത്ത് സ്ട്രോബെറി വെള്ളത്തിലിട്ടിട്ടുണ്ട്, കാരയ്ക്ക, പിന്നെ ഗ്രേപ്സ്, അതുപോലെ മാങ്ങ ചെത്താനുണ്ട്, ആപ്പിൾ ചെത്താനുണ്ട്. ഫ്രൂട്ട്സ് നല്ലപോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് വാട്ടർമെലൺ ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ ഞാൻ മോളോട് പറഞ്ഞു. ഇത് ഞാൻ മൈ ടൈം ലൈൻ ബൈ ഷംനയിൽ ഷംന ചെയ്യുന്നത് കണ്ടിട്ടാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ എല്ലാം നല്ലപോലെ ചെത്തി കട്ട് ചെയ്ത് അങ്ങനെ എടുക്കുകയാണ്. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടെന്ന് അതിനകത്ത് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. സംഭവം ശരിയാണ്, നമുക്കിങ്ങനെ സ്കൂപ്പ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അപ്പം നമുക്ക് ഇപ്പോൾ ജ്യൂസ് അടിച്ചില്ലെങ്കിൽ ആ സ്കൂപ്പ് ചെയ്തത് എടുത്ത് കഴിച്ചാലും മതി. അപ്പോൾ ഇങ്ങനെ സമയമില്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പമുണ്ട്, ചെത്തുന്ന പണി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനും മോളും കൂടി ഫ്രൂട്ട്സിൻ്റെയൊക്കെ അരിയുന്ന കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടേബിളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ചധികം ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. വാട്ടർമെലൺ ഉണ്ട്, ആപ്പിൾ, പിന്നെ മാങ്ങ, പിന്നെ വാട്ടർമെലൺ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ജ്യൂസ് ആക്കും, കഴിക്കാനുള്ളവർ കഴിച്ചിട്ട്. പിന്നെ മുന്തിരിയൊക്കെ ബാക്കിയുള്ളതൊക്കെ എടുത്തു വെച്ച് പിറ്റേ ദിവസം എടുക്കും കേട്ടോ. പിന്നെ അതുപോലെ ഉന്നയ്ക്ക് ഫ്രൈ ആക്കിയിട്ടുമുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ കൂടുതലും സ്നാക്സ് ഉണ്ടാക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ആഗ്രഹമായിരിക്കും സ്നാക്സ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ചോറും തക്കാളി ചമ്മന്തിയും അതുപോലെ മീനും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇക്ക മാത്രമേ ചോറ് കഴിക്കുകയുള്ളൂ, ബാക്കി ഞങ്ങൾക്കൊക്കെ പുട്ടുണ്ട്. പുട്ട് നനച്ച് വെച്ചതുണ്ടാവും, എന്തെങ്കിലും ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെ കുറച്ചേ കഴിക്കുകയുള്ളൂ കേട്ടോ. അതിന് മുന്നേ തന്നെ നമ്മൾ കുറേ ഫ്രൂട്ട്സൊക്കെ കഴിക്കും, വെള്ളമൊക്കെ കുടിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ അന്നത്തെ ഇഫ്താർ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ട്രൈപോഡിൻ്റെ ഹെഡ് കേടായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ആ ഹെഡ് ഞാൻ പുതിയത് വാങ്ങിച്ചതാണ്. അതുവരെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നതൊക്കെ. ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് മൊബൈലൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ. കുറച്ചധികം ക്ലീനിങ്ങും ബാക്കി നമ്മുടെ സാധാരണ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. കുറച്ച് നല്ല വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ബൈ.